ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു നുസിഫ് ടെക് വ്ലോഗ് ചാനൽ. നുസിഫ് ടെക് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മുടെ നാനോൻ്റെ ഹെഡ്ലൈറ്റിലോട്ട് വന്ന ഈ കണക്ടർ ഉണ്ടല്ലോ, ഈ കണക്ടർ ലൂസ് കോൺടാക്റ്റ് വന്നിട്ടുണ്ട്. ഇത് എത്ര നേരാക്കിയിട്ടും ഇത് ശരിയാവണില്ല. രാത്രി ഹെഡ്ലൈറ്റ് ഓണാക്കി പോകുമ്പോൾ ചെറുതായിട്ട് ഇളക്കാൻ പറ്റുമ്പോഴൊക്കെ ഹെഡ്ലൈറ്റ് കട്ടായി പോവുകയാണ്, ഓഫായി പോവുകയാണ്. അപ്പോൾ പ്രശ്നം ഈ കണക്ടറിൻ്റെ തന്നെയാണ്. അപ്പോൾ ഈ കണക്ടർ ഇതിൻ്റെ ഉള്ളിൽ തുരുമ്പോ കാര്യങ്ങൾ എന്തെങ്കിലും വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ അതൊക്കെ ഒന്ന് സ്ക്രൂ ഡ്രൈവറൊക്കെ ഉപയോഗിച്ച് ക്ലീൻ ആക്കി ഇട്ടിട്ടും അത് ക്ലിയർ ആവണില്ല. അപ്പോൾ ഈ കണക്ടർ ചേഞ്ച് ചെയ്യേണ്ടി വരുന്നുണ്ട്. ഈ കണക്ടർ ചേഞ്ച് ചെയ്യാൻ നോക്കുമ്പോൾ ഈ കണക്ടർ എവിടെയും വാങ്ങാൻ കിട്ടണില്ല. അപ്പോൾ ഒരുപാട് അന്വേഷിച്ചു, ഇത് ഹെഡ്ലൈറ്റിൽ നിന്ന് വരുന്ന ഈ കണക്ടർ എവിടെയും അവൈലബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫ്ലിപ്കാർട്ടിൽ കയറിയിട്ട് ഓർഡർ ചെയ്ത് വരുത്തിയ ഒരു സാധനമാണിത്. ഇത് കണക്ടറിൻ്റെ ഒരു ക്ലിപ്പും അതിൻ്റെ പിന്നും ഒക്കെ സെപ്പറേറ്റ് ആയിട്ടാണ് വരുന്നത്. ഇത്തരത്തിലാണിത് വന്നിട്ടുള്ളത്. ഈ സംഭവം നമ്മുടെ കാറിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ കണക്ടർ മാത്രമായിട്ടല്ല കേട്ടോ, വേറെ എന്തെങ്കിലും നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാം ഇത്തരത്തിലുള്ള കണക്ടർ. അപ്പോൾ ഇതൊരു DC കണക്ഷന് വേണ്ടിയിട്ട് മാത്രമേ ഉപയോഗിക്കാവൂ, AC കണക്ഷൻ ഉപയോഗിക്കരുത്. അപ്പോൾ ഒരു അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു സാധനമായിട്ടാണ് നമുക്കിത് ഫീൽ ചെയ്യണത്. ഇനി ഇത് നമുക്ക് നമ്മുടെ കാറിൽ കണക്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇത് നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ടൊന്ന് കാണിച്ചു തരാം. ഇത്തരത്തിൽ പിന്നുകൾ വരുന്നുണ്ട് ഇതിനകത്ത്. ഇതൊക്കെ നമ്മൾ അതിനകത്ത് കറക്റ്റ് സൂട്ടാക്കി സെറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇതിനൊരു ലോക്ക് സിസ്റ്റം വരുന്നുണ്ട്. 10 കണക്ടറാണ് നമുക്ക് വന്ന പാക്കിങ്ങിലുള്ളത്. അതായത് ഓരോ പെയറുകളായിട്ടാണ്, ഒരു ഫീമെയിൽ കണക്ടറും ഒരു മെയിൽ കണക്ടറും അങ്ങനെയാണ് ഇത് വരുന്നത്. അങ്ങനെ 10 കണക്ടർ ഉണ്ടാവും ഇതിൽ. അപ്പോൾ ഈ 2 ജോഡി വീതമായിരിക്കും ഈ ഇതിൽ വരുന്ന സോക്കറ്റുകൾ ഉണ്ടാവുക. അപ്പോൾ അതിനകത്തോട്ട് ഈ കാണുന്ന പിന്നുകൾ നമ്മൾ കറക്റ്റ് സൂട്ടാക്കണം. അത് സൂട്ടാക്കാൻ വേണ്ടി നമ്മൾ ഹെഡ്ലൈറ്റിൻ്റെ കണക്ടറിൻ്റെ ആദ്യത്തെ കണക്ടറുള്ള ഭാഗം നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കണം. കട്ട് ചെയ്യുമ്പോൾ കൂടുതൽ വയറുകൾ കട്ട് ചെയ്യരുത്, കാരണം ആ വയർ കുറച്ച് ലെങ്ത്തേ ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ വയർ ജോയിൻ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ വയർ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വയറിൻ്റെ ഇൻസുലേഷൻ ചെറുതായിട്ടൊന്ന് കളഞ്ഞതിന് ശേഷം ഈ ക്ലിപ്പിൻ്റെ അഗ്രഭാഗത്ത് ചെറുതായിട്ട് വെച്ച് കൊടുത്ത് ഒരു പ്ലെയറോ കട്ടിംഗ് പ്ലെയർ എന്തെങ്കിലും ഉപയോഗിച്ച് ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് അതിനെ ലോക്ക് ചെയ്യുക. എന്നിട്ട് വേണം നമുക്ക് ഈ വൈറ്റ് സോക്കറ്റിലോട്ട് ഇതിനെ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. സോക്കറ്റിനകത്തോട്ട് ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാണുന്ന പോലെയാണ് അത് പോയിട്ട് ലോക്ക് ആവട്ടോ. ഞാൻ ഈ വീഡിയോസിൽ ഇത് ഇത്തരത്തിൽ കാണിക്കുന്നുണ്ടല്ലോ, ഇതുപോലെ ആയിരിക്കും അത് അതിൽ ചെന്നിട്ട് ലോക്ക് ആവുക. 2 സോക്കറ്റിനും വെവ്വേറെ പിന്നായിട്ട് സെപ്പറേറ്റ് പാക്കറ്റിലാണ് വന്നിട്ടുള്ളത്. അതായത് മെയിൽ സോക്കറ്റിന് ഒരു മെയിൽ ടൈപ്പ് പിന്നുകളും ഫീമെയിൽ സോക്കറ്റിന് വേണ്ടിയിട്ട് ഫീമെയിൽ ടൈപ്പ് പിന്നാണ് വന്നിട്ടുള്ളത്. രണ്ടും സെപ്പറേറ്റ് പാക്കറ്റിൽ ആയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതാണ് ഇതിൽ വന്നിട്ടുള്ള ഈ നമ്മൾ പറഞ്ഞ ആ സോക്കറ്റ് കേട്ടോ. ഇത്തരത്തിലാണ് ഈ കണക്ടർ വന്ന് കണക്റ്റ് ആവുക. ഇതിൽ ഒരു ലോക്കും ഉണ്ട്, അത് വന്ന് ലോക്കിൽ വന്ന് കുടുങ്ങുകയും ചെയ്യും. വണ്ടികളുടെ ഏതെങ്കിലുമൊക്കെ കണക്ടർ കംപ്ലൈൻ്റ് ആയിട്ട് നമുക്ക് കിട്ടാതെ വരുമ്പോൾ ഇത്തരത്തിലുള്ള സംഭവം നമുക്ക് ബൈ ചെയ്യാം. ഇതിന് വന്നിട്ടുള്ള പ്രൈസ് എന്ന് പറയുന്നത് 160 രൂപക്കാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. ഇത് ഫ്ലിപ്കാർട്ടിലുണ്ട്. വയർ കണക്ടർ എന്ന് ടൈപ്പ് ചെയ്ത് അടിച്ചു കൊടുത്താൽ ഫ്ലിപ്കാർട്ടിൽ സംഭവം കാണിക്കും. ഇനി ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ ആമസോണിലും ചെക്ക് ചെയ്യാവുന്നതാണ്. ഈ കാണുന്നതാണ് ഇതിൻ്റെ മെയിൽ സോക്കറ്റ് കേട്ടോ. ഈ പിന്നെ ഇതിനകത്തോട്ട് ലോക്ക് ആവുന്ന തരത്തിൽ നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും എത്തരത്തിലാണ് ഇത് ലോക്ക് ചെയ്യേണ്ടത് എന്നുള്ളത്. നമുക്ക് പ്രോഡക്റ്റ് നമ്മളെ കൈ കിട്ടിയാൽ നമുക്കത് അറിയാവുന്ന കാര്യമുള്ളൂ. സിമ്പിൾ പരിപാടിയാണ്. പിന്നെ വയർ ഇതിലോട്ട് കണക്ട് ചെയ്യുക എന്നുള്ളതാണ് കുറച്ച് റിസ്ക്കുള്ള പരിപാടി. അത് കുറച്ച് ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യമാണ്. വയർ കറക്റ്റ് അതിൽ വെച്ചിട്ട് കറക്റ്റ് പ്രസ് ചെയ്ത് ലോക്ക് ചെയ്യണം വയർ. കണക്ടറുകൾ നമ്മളിങ്ങനെ സെർച്ച് ചെയ്ത് നോക്കുന്ന സമയത്ത് അധികം ഈ 3 വയറും 4 വയറൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കണക്ടറുകളാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അപ്പോൾ നമുക്ക് 6 വയർ കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സോക്കറ്റായിരുന്നു വേണ്ടിയിരുന്നത്. അപ്പോൾ 6 വയറാണ് നമ്മുടെ ഹെഡ്ലൈറ്റിലോട്ട് അത് കണക്ട് ആവാൻ, ഹെഡ്ലൈറ്റ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 6 വയറാണ് അതിലോട്ട് പോകുന്നത്. അപ്പോൾ 6 വയറും നമുക്ക് ഒറ്റ സോക്കറ്റിലോട്ട് കയറുന്ന തരത്തിലുള്ള സോക്കറ്റ് നമുക്ക് ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഒരുപാട് സെർച്ച് ചെയ്തതിന് ശേഷമാണ് ഇങ്ങനൊരു സോക്കറ്റ് നമുക്ക് കിട്ടിയത്. ഈ കണക്ടറുകൾ നമുക്ക് 6 വയർ ഉണ്ടെങ്കിൽ മാത്രമേ ഉപയോഗത്തിൽ വരുമെന്നില്ല. നമുക്ക് ഇനി ഒരു 3 വയർ തമ്മിലൊക്കെയാണ് കണക്ട് ചെയ്ത് ഉപയോഗിക്കേണ്ടത് ഉണ്ടെങ്കിൽ 3 കേബിൾ കണക്ട് ചെയ്യാൻ രീതിയിലുള്ള പിന്നുകൾ ഇതിനകത്തോട്ട് സെറ്റ് ചെയ്താൽ മതി. അപ്പോൾ ആ പിന്ന് സെറ്റ് ചെയ്യുന്ന സമയത്ത് അതേ പൊസിഷനിലായിരിക്കണം മറ്റേ ഫീമെയിൽ കണക്ടർ ഭാഗത്തും നമ്മൾ ഇതിൻ്റെ പിന്ന് സെറ്റ് ചെയ്യേണ്ടത്. അതായത് പിന്നുകൾ തമ്മിൽ കറക്റ്റ് ജോയിൻ്റ് ആവുന്ന തരത്തിലായിരിക്കണം ആ പിന്നുകൾ സെറ്റ് ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ 3 വയറായാലും 2 വയറായാലും കുഴപ്പമില്ല, നമുക്ക് ഈ സോക്കറ്റ് ഉപയോഗിക്കാവുന്നതാണ്. നമുക്ക് ശരിക്കും ഇത് 2 പിന്നിൻ്റെ ആവശ്യം വന്നിട്ടുള്ളൂ. അതായത് 2 പിന്നല്ല, 2 സോക്കറ്റിൻ്റെ ആവശ്യം വന്നിട്ടുള്ളൂ. കാരണം 2 സോക്കറ്റ് ആവശ്യം വരുന്നുള്ളൂ. കാരണം 2 ഹെഡ്ലൈറ്റിന് മാത്രമായിട്ടാണ് ഇത് ഞാൻ വാങ്ങിയത്. പക്ഷേ 2 മാത്രമായിട്ട് കിട്ടാത്തതുകൊണ്ട് ഇതിങ്ങനെ ഒരു കോംബോ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിപ്പോൾ ഈ പ്രോഡക്റ്റ് അത്യാവശ്യം ആയതുകൊണ്ട് കോംബോ ആയാലും വേണ്ടില്ല എന്ന് വിചാരിച്ച് നമ്മളിത് ബൈ ചെയ്തതാണ്. അപ്പോൾ 160 രൂപയല്ലേ വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് കുഴപ്പമില്ല, ബാക്കി കണക്ടർ നമുക്ക് പിന്നീട് വേറെ എന്തെങ്കിലും ആവശ്യത്തിനും ഉപയോഗിക്കാം. അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ സെറ്റ് ചെയ്തതാണ് ഈ കാണുന്ന കണക്ടർ. കണക്ടറാണ് ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ വയറൊക്കെ ഞങ്ങൾ കറക്റ്റ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത്തരത്തിലാണ് അത് കണക്ട് ചെയ്യേണ്ടത്.
നമ്മുടെ കാറിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ ഒരു ഭാഗം മാത്രമായിട്ട് നമ്മൾ ഈ കണക്ടർ സെറ്റ് ചെയ്തിട്ടുള്ളൂ. മറ്റേ കണക്ടറിന് പ്രശ്നം ഇപ്പോൾ തൽക്കാലം കാണിക്കണില്ല, അതുകൊണ്ട് അതിപ്പോൾ മാറ്റണില്ല. ഈ കണക്ടറിനായിരുന്നു പ്രശ്നം ഉണ്ടായിരുന്നത്. കാരണം ചില സമയത്ത് വണ്ടി ഇങ്ങനെ ഇളക്കം വരുന്ന സമയത്തൊക്കെ വണ്ടിയുടെ ചിലപ്പം ഡിമ്മ് കത്തും, ചിലപ്പോൾ ഡിമ്മ് പോയിട്ട് ബ്രൈറ്റ് കത്തും. അങ്ങനെയൊക്കെ ആയിരുന്നു ഇതിൻ്റെ ഹെഡ്ലൈറ്റ് വർക്ക് ചെയ്തിരുന്നത്. ഇത് കണക്ട് ചെയ്തതിൻ്റെ ശേഷം ആ ഒരു സംഭവം സോൾവ് ആയിട്ടുണ്ട്. പിന്നീട് ആ പ്രശ്നം വന്നിട്ടില്ല. അപ്പോൾ അത് കറക്റ്റ് നമ്മൾ ഇത് കണക്ട് ചെയ്തതൊക്കെ ഓക്കെ അടിപൊളിയായിട്ട് സക്സസ് ആയി. ഹെഡ്ലൈറ്റിൻ്റെ ഈ കണക്ടർ സെറ്റ് ചെയ്യാൻ ഒരുപാട് സമയം പിടിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം ഓരോ പിന്നിനും ഓരോ വയർ ഇൻസുലേഷൻ കളഞ്ഞ് അതിൻ്റെ ആ ലോക്കിലിട്ട് പ്രസ് ചെയ്ത് പിന്നെ ആ പിന്നിനെ സോക്കറ്റിലോട്ട് കടത്തി വിട്ട് അവിടെ ലോക്ക് ചെയ്യാണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്ത് വരുമ്പോൾ കുറച്ച് സമയമെടുക്കും. കുറച്ച് ക്ഷമയോടെ ചെയ്യേണ്ട പരിപാടിയാണ്. അപ്പോൾ ഇത് ആദ്യം ഉണ്ടായിരുന്ന കണക്ടർ കേട്ടോ, അവിടെ അപ്പുറത്താണ് കാണിച്ചത്. അതാണ് ആദ്യത്തെ കണക്ടർ. ഈ കാണുന്നതാണ് നമ്മളിപ്പോൾ പുതിയതായിട്ട് സെറ്റ് ചെയ്തത്. അപ്പോൾ ആദ്യത്തെ കണക്ടറിന് പ്രശ്നമൊന്നും ഇല്ലാത്തതുകൊണ്ട് അതിപ്പോൾ തൽക്കാലം മാറ്റണില്ല. ഇതാണ് ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ ഓക്കെയാണ്. ഈ കണക്ടർ കണക്ട് ചെയ്തതിന് ശേഷം ഒരുപാട് നേരം ഹെഡ്ലൈറ്റ് നമ്മൾ ഓണാക്കിയിട്ട് നോക്കി. പ്രത്യേകിച്ച് ഹീറ്റോ കാര്യങ്ങളോ സോക്കറ്റിനകത്ത് വരുന്നൊന്നുമില്ല. ചൂടാവണ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും കാണിക്കണില്ല. കാരണം ഹെഡ്ലൈറ്റ് ഓണാക്കിയത് വണ്ടി സ്റ്റാർട്ടിങ്ങിൽ ഇട്ടിട്ട് കേട്ടോ. വണ്ടി സ്റ്റാർട്ട് ചെയ്യാതെ ഹെഡ്ലൈറ്റ് ഓണാക്കിയിടരുത്, ബാറ്ററി ഇറങ്ങും, പിന്നെ തള്ളി സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും വണ്ടി. സോ ഫ്രണ്ട്സ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോസിലെ വിശേഷങ്ങൾ. വീണ്ടും കാണാം പുതിയൊരു വീഡിയോസുമായി. അതുവരേക്കും നുസിഫ് ടെക് വ്ലോഗ് സൈനിങ് ഓഫ്.